ഇനി നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീ പോലും കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പുഡിംഗ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പിന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതുപോലുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി എടുക്കേണ്ടത്. പിന്നെ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നുള്ളു സിന്നമൺ പൗഡറാണ്. സിന്നമൺ പൗഡർ നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു 2 കഷ്ണം പട്ട ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലുള്ള ബിസ്ക്കറ്റാണ്. നമ്മുടെ കയ്യിൽ ഏത് ബിസ്ക്കറ്റാണോ ഉള്ളത് അത് നമുക്കിതിലേക്ക് വേണ്ടി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാരി ബിസ്ക്കറ്റാണ് എടുക്കുന്നത്. ബിസ്ക്കറ്റ് ഇതുപോലെ നമ്മുടെ ഈ പാലിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയർ നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ പാലിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോഫി യൂസ് ചെയ്യാവുന്നതാണ്. 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഈ പാലിന് പകരം അത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ പാലിൽ മുക്കിയെടുക്കുന്നതിന് പകരം കോഫിയിൽ ഇതുപോലെ ബിസ്ക്കറ്റ് മുക്കിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഒരു ലെയർ ഇതുപോലെ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റ് ഇതുപോലെ ട്രേ നിറയെ വെച്ച് കൊടുക്കണം. പിന്നെ ഇതുപോലെ ഈ ബാക്കി വന്ന പാല് ബിസ്ക്കറ്റിൻ്റെ മേലെ കുറച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പാലൊക്കെ ബിസ്ക്കറ്റിൽ കുതിർന്ന് വരുന്നവരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 400 ഗ്രാം വിപ്പിംഗ് ക്രീമാണ് എടുത്തത്. 1 മിനിറ്റ് ഒന്ന് അങ്ങ് വിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കിയെടുക്കാം. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റാണ് ഇത് വിപ്പ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ മേലെ ഈ ക്രീം ഒന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ക്രീമിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ലെയറും കൂടെ ബിസ്ക്കറ്റ് പാലിലൊന്ന് മുക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ ക്രീം മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. 2 ലെയർ ബിസ്ക്കറ്റ് വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. ക്രീമിൻ്റെ പകുതി ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു ലെയറും കൂടെ ബിസ്ക്കറ്റ് പാലിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള ക്രീമും കൂടെ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ക്രീം മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. 2 ലെയർ ബിസ്ക്കറ്റ് വെച്ച് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഈ ക്രീം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മേലെ 1 ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ഇതുപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു അരിപ്പയിലൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം. ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിൽ വെക്കരുത്. ഇതിപ്പോൾ ഇവിടെ ഞാൻ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിങ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്